ഹായ് ഹലോ എവ്രി വൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഈദിൻ്റെ വ്ളോഗും അതുപോലെ തന്നെ ഇതിൻ്റെ പിറ്റേ ദിവസത്തുള്ള 2 ദിവസത്തുള്ള തിരക്കും പിന്നെ അത് ഷോപ്പിംഗ് അതൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള അടിപൊളി വ്ളോഗാണ്. അപ്പം എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സ്കിപ്പാക്കാതെ കാണുക. നമുക്ക് നേരെ വീഡിയോ. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈദ് ഷോപ്പിംഗ് കാണിട്ടാ നാളെ നമ്മൾ മറ്റൊന്ന് ഇതാണെങ്കിൽ ഇന്ന് ഇറങ്ങിയിട്ട് അങ്ങനെയാണ്. ഇത് 2 ദിവസത്തെ വ്ളോഗ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഈദിൻ്റെയും പിറ്റേ ദിവസത്തെ 2 ദിവസത്തെ ഷോപ്പിംഗ് വ്ളോഗും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ എടുക്കുകയാണ്. നമ്മൾ പുഡിങ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് പെരുന്നാളിൻ്റെ സമയത്ത് പുഡിങ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പിന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പുഡിങ്ങിൻ്റെ കുറച്ച് ഐറ്റംസ് എടുക്കുകയാണ് നോക്കിയിട്ട്. ഈ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ, ഓരോരോ ഐറ്റംസ് എടുക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ അവിടെ തന്നെ കുറേ ടൈം അങ്ങനെ പോകട്ടെ. പിന്നെ നമുക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഡേ. അതാണ് നമ്മൾ പിറ്റേ ദിവസം വന്നിട്ട് എടുത്തത് കേട്ടോ. പക്ഷേ ഈ നമ്മൾ കാണിക്കുന്നുള്ളത് ഈലാന്ന് നമ്മളെടുത്ത കുറച്ചും കൂടി ക്ലിപ്പിങ്സ് ഈലാന്ന് ഇട്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ നമ്മൾ എടുത്തിട്ടില്ല, എടുത്തത് പിറ്റേ ദിവസമാണ്, അത് കാണിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. പിറ്റേ ദിവസമാകുമ്പോൾ വലിയ തിരക്കുണ്ടായിട്ടോ, നോമ്പുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ നോമ്പായത് കൊണ്ട് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വലിയ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഓൾറെഡി വീട്ടിലുണ്ട് കുറേ ഐറ്റംസൊക്കെ. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾക്കൊക്കെ എടുത്ത് അങ്ങനെയാണ്. പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ആ യൂണിഫോമോടെ തന്നെയാണ് കേട്ടോ ഉള്ളത്. എന്നിട്ട് നമ്മൾ ബില്ലാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നമ്മളങ്ങനെ കുടിക്കുന്നത് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മന്തി പ്രിപ്പയർ ആക്കാമെന്നാണ് ഇതിന്. പിന്നെ അതങ്ങനെ മാറി ലാസ്റ്റ് അത് ബിരിയാണിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കൊന്നു ബിരിയാണിന്നായിരിക്കും ഈദിന് ടൈമൊക്കെ പ്രിപ്പയർ ആക്കാൻ ബെസ്റ്റെന്ന്. നമ്മൾ അതൊക്കെ സെറ്റാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ പോകുമ്പോൾ ബെൻസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച്. പിന്നെ നമ്മൾ എൻ്റെ കസിൻ ബ്രദർ ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് മിഠായിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം കടന്നിട്ട് ഇതിപ്പോൾ പിറ്റേ ദിവസം എനിക്കൊന്ന് മഗ്‌രിബിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മഗ്‌രിബിൻ്റെ ടൈമൊക്കെ ആയിട്ടുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്, ഷോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കയറി അന്നേരം തിരക്കായിരുന്നു കേട്ടോ. ഒന്നും നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊരു സെറ്റാകുന്നില്ല, ഒരു ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കുറേ നോക്കിക്കൊണ്ടുണ്ട്, ഓരോന്ന് എടുത്തുകൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ട്രയൽ റൂമിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെ ചില ഇടുന്ന തന്നെ ഇട്ടോക്കെ ഇഷ്ടം. എനിക്കിത് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, അങ്ങനെ ഇത് ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇതാണ് വിചാരിച്ച് താഴെ പോയിട്ട് ജസ്റ്റ് സൽവാർ സെറ്റ് നോക്കാൻ വിചാരിച്ച് സൽവാർ സെറ്റ് നോക്കാൻ വേണ്ടിയിട്ട് താഴേലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. എനിക്കിനി സൽവാർ ഷൂട്ട് നോക്കാം, ഇവിടെ നല്ല വൈകുണ്ടോ നോക്കാം.
ചെറിയ ഡ്രസ്സെല്ലാം സെറ്റായി അടുത്ത ഗൈസ് അമ്മ തൂങ്ങുന്നു. അങ്ങനെ നമ്മൾ ആ ദിവസം ഡ്രസ്സ് എടുക്കാണ്ട് തന്നെ വന്നിട്ട് എന്നിട്ട് നമുക്ക് ഏകദേശം നല്ല ടയേർഡായിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഇവിടുന്ന് ഫുഡാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെ അടുത്തുള്ള തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ തന്നെ കയറിയിട്ട് ബട്ടർ ചിക്കനും പൊറോട്ടയും അതുപോലെ തന്നെ ഒരു ഫ്രൈഡ് റൈസും തിന്നണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്ത് എനിക്ക് എടുത്ത ഫ്രൈഡ് റൈസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും അങ്ങനെ കഴിക്കുകയാണ്. ബട്ടർ ചിക്കൻ ചിലയിടത്തും അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടപ്പെടായിട്ടൊന്നും അറിയില്ല. അതിൽ ഷുഗർ അധികമായിരിക്കും, പഞ്ചസാര അധികം ഉണ്ടാവും. ഒരു ഫ്ലേവറാണ് എങ്കിലും. പിന്നെ നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ അങ്ങനെ നേരെ പരുക്ക് പോയിട്ട് കിടന്ന് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നത്, അതായത് ഈദിൻ്റെ പിറ്റേന്ന് തലേന്നാണ് ഇത്. അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോൾ ഡ്രസ്സ് നോക്കാൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ ദോശയൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ദോശ ചട്നി അങ്ങനെയൊക്കെ കഴിക്കാൻ വിചാരിച്ച് എന്നിട്ട് ഷോപ്പിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കഴിച്ച് നേരെ ഷോപ്പിങ്ങിലോട്ട് പോയി. ഇന്ന് അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ജസ്റ്റ് ഇങ്ങനെ അത് തന്നെ ഈ ഒരു കണ്ടൻറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിന്നാൻ വേണ്ടിയിട്ട് വന്ന് അങ്ങനെ നൈറ്റ് ആയപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമ്മൾ പാർച്ചയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്താ പാർച്ചയിൽ നിന്ന് ഫ്രൈഡ് റൈസ് നൂഡിൽസ് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അങ്ങനെ നേരെ പുരയിലേക്ക് പോവാണ്. പുരയിലേക്ക് പോയിട്ട് കുറേ പണിയൊക്കെ ഉണ്ട്, കുറേ ബാക്കിയുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ആ തലേന്ന് പറയുന്നു നമുക്ക് പുരയിലേക്ക് സ്പെൻഡ് ആക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ആയപ്പോഴാണ് എല്ലാവരും മനസ്സ് ഉഷാറായി. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മന്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ബിരിയാണിയിലേക്ക് എത്തി. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല പൊരിച്ച് വെച്ച ബിരിയാണിയാണ് കേട്ടോ. കോഴി പൊരിച്ച് വെച്ച ബിരിയാണിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. തന്നെ നമ്മൾ കച്ചമ്പറ് സാലഡൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓരോന്ന് സെറ്റായിക്കൊണ്ട് വരുന്നുണ്ട്. മസാല സെറ്റായിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ നമ്മളിപ്പോൾ കുറേ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ അരിയാണ്ട് വിചാരിക്കും ഇതെന്താ ഇപ്പോൾ എത്ര ഉള്ള ഉണ്ടാക്കുന്നതെന്ന്. നമുക്കൊരു നെയ്ബറിന് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. റീനാക്ക് തന്നെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ ഇപ്പുറത്തന്നെ ബീഫ് അന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. ബീഫ് കറിയാണ് വെക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ എല്ലാം സെറ്റാക്കിയെങ്കിൽ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഈ പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ പിന്നെ ഇതാ ബീഫൊക്കെ അങ്ങനെ ഡെയിലി ഉമ്മ സെറ്റാക്കിയിട്ടുണ്ട്. ബിരിയാണീൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇപ്പോൾ റൈസൊക്കെ സെറ്റാക്കി ഒരു പാത്രത്തിലോട് വെച്ച് പിന്നെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ചിക്കനൊക്കെ അതിലേക്ക് മസാലയിലിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ദം ചെയ്യണം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ എല്ലാവരും സെറ്റായി ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോകട്ടെ. അതിന് വേണ്ടിയിട്ട് ഇതാണ് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ. ഇതാണ് സിമ്പിളായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് രണ്ടാൾക്കും കൂടിയിട്ട്. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട നോക്കിയിട്ട് ഇട്ടാൽ അത്ര തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ആക്കി നമ്മൾ കസിൻ്റെ പേർക്കൊക്കെ പോയി. അങ്ങനെ പേരിലൊക്കെ പോയിട്ട് വന്ന് നമ്മൾ ഒറിക്സ് ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ കറങ്ങിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ നമ്മൾ പോയതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇത്രയൊക്കെയാണ് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈദിൻ്റെയും ഷോപ്പിങ്ങിൻ്റെ എല്ലാ വ്ളോഗും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.